നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ രാജ്യത്തിൻ്റെ വ്യക്തിത്വം തന്നെ അതിൻ്റെ വൈവിധ്യപൂർണ്ണമായ സംസ്കാരമാണ്. അതിൽ ഇഴപിരിഞ്ഞു വന്ന നിരവധി ആചാരങ്ങളുണ്ട്. അത് ഇപ്പോഴും പലരും പരിപാലിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യം. ഇന്ന് ഈസ്റ്ററാണ്. അതായത് പ്രത്യാശയുടെയും പുതുജീവിതത്തിൻ്റെയും പ്രതീകമായ ഉയിർപ്പ് തിരുനാൾ. കൊച്ചിയിൽ, എറണാകുളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും ആചരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങ് 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. പോർച്ചുഗീസുകാരുടെ കാലത്ത് ദേവാസ്തുവിളി പല രീതിയിലായി മാറിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും ദേവാസ്തുവിളി അതിൻ്റെ പരമ്പരാഗത രീതിയിൽ ആചരിക്കുന്ന സ്ഥലങ്ങൾ കൊച്ചിയിലുണ്ട്. പൈശാചിക ശക്തികളിൽ നിന്ന് മോചനം നേടാനാണ് ഈ ഒരു വിളി തുടങ്ങിയിരുന്നത്. ഇപ്പോഴത് ഒരു അനുഷ്ഠാന കല, തീരപ്രദേശത്തിൻ്റെ ഒരു അനുഷ്ഠാന ആചാരമായി മാറിയിരിക്കുകയാണ്. നമുക്ക് കാണാം ദേവാസ്തുവിളിയുടെ വഴികളും ചരിത്രവുമെല്ലാം. O Sagrada Paisam de nostro Redemptor, Jesu Cristo. Con sabiduría se me culpa de pecado original. വലിയ നോമ്പിൻ്റെ ദിനങ്ങളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലെ അർദ്ധരാത്രിയിൽ ആ വിളി ഉയർന്നു കേട്ടു. ഞങ്ങളുടെ ദോഷം മനുഷ്യൻ്റെ മരണവും പാപങ്ങളെ ബന്ധപ്പെടുത്തിയ ശിക്ഷകളെയും ഓർമ്മിപ്പിച്ച് അനുതാപത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും ലക്ഷ്യം വെക്കുന്ന പ്രാർത്ഥനാചര്യയാണ് ദേവാസ്തവിളി. ജനിക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദിവ്യമായ പുണ്യജനനത്തിന് സ്തുതിയും വാഴ്വും പുകഴുമാകട്ടെ. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ നിലനിൽക്കുന്ന ദേവാസ്തവിളി എന്ന പൗരാണിക അനുഷ്ഠാനം 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ എത്തിച്ചതാണ്. ഭക്തി, സമർപ്പണം എന്നൊക്കെ അർത്ഥമുള്ള ദേവോസം എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് ദേവാസ്ത എന്ന വാക്കുണ്ടായത്. ഈ പ്രാർത്ഥന ഉറക്കെ പറയുന്നതുകൊണ്ട് വിളി എന്ന പേരുമിട്ടു. Digamos mais por amor de Deus. O Padre nosso Ave Maria. 1605 പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഫോർട്ട് വൈപ്പിനിലെ അവർ ലേഡി ഓഫ് ഹോപ്പ് ചർച്ച് കൊച്ചിയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നാണ്. ഈ പള്ളി സ്ഥാപിതമാകുന്നത്. ഇത് 3ാമത്തെ പള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ. ആദ്യത്തെ പള്ളി അറബിക്കടലിൽ എടുത്തുപോയി. 2ാമത്തെ പള്ളി നമ്മുടെ സിമിത്തേരിയുടെ അകത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. 421 വർഷമായി ഇപ്പോൾ ഈ പള്ളി സ്ഥാപിതമായിട്ട്. പോർച്ചുഗീസ് മിഷണറിമാർ സ്ഥാപിതമായിട്ടുള്ള പള്ളിയാണ്. ഇത് കൊച്ചി രൂപതയാണ്. കൊച്ചി രൂപതയിലെ അതിപുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ്. കൊച്ചി രൂപത സ്ഥാപിതമായ 1557 അപ്പോൾ പോർച്ചുഗീസുകാരുടെ വരവോടെ മിഷണറിമാരും ഒപ്പം ട്രേഡും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്ത് നമ്മൾ പ്രത്യേകിച്ച് ഫോർട്ട് വൈപ്പ് എന്നാണ് പറയുക. കാരണം ഇവിടെ കോട്ടയുണ്ടായിരുന്നു പറയുന്നുണ്ട്. കൊച്ചി രൂപതയുടെ ആദ്യത്തെ ബിഷപ്സ് ഹൗസ് ഈ സ്ഥലത്തായിരുന്നു. അതൊക്കെ ഡച്ചുകാർ വന്ന് തകർക്കുകയായിരുന്നു.
കൊച്ചി രൂപതയിലെ ഈ പള്ളിയിൽ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ സവിശേഷമായ ആചാരങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു. Por Aquilus Vegum and Pekar the Mortar. Paracadros Slaventra Aga. Por Aquilus Vegum and Pekar the Mortar. Paracadros Senor Stragas Eo Verterio Regimentrasuas Eros. മത്സ്യത്തൊഴിലാളികളുടെയും നാവികരുടെയും സംരക്ഷകയായി കന്യാമറിയത്തെ ആരാധിക്കുന്ന അവർ ലേഡി ഓഫ് ഹോപ്പ് ചർച്ച് 4 നൂറ്റാണ്ടിൻ്റെ ചരിത്രം പേറുന്ന ദേവാലയമാണ്. പള്ളിയുടെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ അനുസരിച്ച് ഒരു ഫ്രാൻസിസ്കൻ ഐഡിയയിലാണ് പള്ളി പണിതിട്ടുള്ളത്. സെയിൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ രൂപം അവിടെ ഉണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് താഴെ വലതുവശത്തായിട്ടുള്ളത് സെയിൻറ്റ് ബൊണവെഞ്ചർ, ഒരു ഫ്രാൻസിസ്കൻ സെയിൻറ്റ് തന്നെയാണ്. അതിന് മുകളിലായിട്ട് സെയിൻറ്റ് ഡോമിനിക് ഉണ്ട്, സെയിൻറ്റ് ജോസഫ് ഉണ്ട്. അങ്ങനെ എല്ലാം അതീവ ചരിത്ര പുരാതനമായിട്ടുള്ള എല്ലാം ഇലച്ചാറുകൾ കൊണ്ട് പെയിൻറ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് അതിലുള്ളത് തന്നെ. 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച പാരമ്പര്യങ്ങൾ ഇപ്പോഴും ആംഗ്ലോ ഇന്ത്യൻ സമൂഹവും മറ്റ് സമൂഹങ്ങളും ഇവിടെ തീഷ്ണതയോടെ സംരക്ഷിക്കുന്നു. ഇപ്പോൾ ഈ നാടിന് തന്നെ ഈ ഒരുപാട് പ്രത്യേകതയുണ്ട്. പോർച്ചുഗീസിൽ കൊന്ത ചൊല്ലുന്നൊരു സമൂഹമുണ്ട് ഇവിടെ. ഇന്നും പോർച്ചുഗീസിൽ പാടിയിരുന്ന സമൂഹങ്ങളുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ഇത് ഇല്ലാതാകുന്നു. ദേവാസ്തയം അത് തന്നെ ഒരു പ്രത്യേകമാണ്. സെയിൻറ്റ് ഫ്രാൻസിസ് സേവർ തൊട്ടുള്ള പാരമ്പര്യം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈ തീരദേശത്തൊക്കെ, അതായത് തീരദേശത്ത് മാത്രമാണ്, കൂടുതലും ലത്തീൻ കത്തോലിക്ക പള്ളിയിലാണ് അവിടെ കൂടുതൽ ഈ പ്രാർത്ഥനാ രീതിയുള്ളത്. അതൊരു തമിഴും മലയാളം കലർന്നിട്ടുള്ള പദ്യമാണ് അവർ പാടുന്നത് ശരിക്കും പറഞ്ഞാൽ. ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകളുടെ അടയാളങ്ങൾ പേറുന്ന അപൂർവ ചിത്രത്തയ്യലിൻ്റെ അനാച്ഛാദനത്തിനും വിശ്വാസ സമൂഹം ഈ പള്ളിയിൽ സാക്ഷ്യം വഹിക്കുന്നു. ഇവിടെ ഓരോ ഗ്രൂപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരു കൊംബ്രിയ എന്നാണ് പറയുക. കോൺഫ്രറ്റേണിറ്റി എന്ന് ഇംഗ്ലീഷ് പറയുന്നു, കൊംബ്രിയ എന്ന് മലയാളത്തിൽ പറയുന്നു. കോൺഫ്രേരിയ എന്നാണ് അതിനെ പോർച്ചുഗീസ് ഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്രറ്റേണിറ്റി ആയിരുന്നു അത് നോക്കിയിരുന്നത്. അവരുടെ ആയിരുന്നു ഈ പറഞ്ഞ ആചാരങ്ങൾ. എല്ലാ പെരുന്നാളും ഒരു കൊടി ഉയർത്താറുണ്ട്. അതുപോലെ ഇന്ന് നമ്മളൊരു ആഘോഷം തന്നെയാണ്. പക്ഷേ ഇവിടെ കറുത്ത കളറുള്ള കൊടിയാണ് ശരിക്കും വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ദുഃഖത്തിനെയാണ്. പിന്നെ അതിന് പൊക്കത്ത് കാണുന്ന ഷോർഡ് ഓഫ് ജീസസ്, കച്ച എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുശരീരം പൊതിഞ്ഞ കച്ചേനെ ഓർമ്മപ്പെടുത്താൻ, റെപ്ലിക്കാണ്, ഒറിജിനലല്ല, അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കർത്താവ് അത്ര കണ്ട് പീഡനം അനുഭവിച്ചെന്ന ജനങ്ങളെ മനസ്സിലാക്കാൻ കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ പ്രത്യേകത. 40 നോമ്പിൻ്റെ തുടക്കം തൊട്ട് ഈസ്റ്റർ വരെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാഗീതമായ ദേവാസ്തവിളി പാരമ്പര്യ തനിമയോടെ നിലനിൽക്കുന്ന ചുരുക്കമിടങ്ങളെ ഇന്ന് കൊച്ചിയിലുള്ളൂ. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഈ അനുഷ്ഠാന രീതി പോർച്ചുഗീസ് ഭാഷയിൽ ആലപിക്കുന്ന ഒരേ ഒരു ഇടം ഫോർട്ട് കൊച്ചിയിലെ അവർ ലേഡി ഓഫ് ഹോപ്പ് ചർച്ചാണ്. എൻ്റെ കുഞ്ഞുനാളിലെ ഇത് വിളിച്ച് കേട്ടിട്ടുണ്ട്. മലയാളത്തിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മലയാളത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വന്ന് ഇവർ 12 മണി സമയത്താണ് ഇത് വിളിക്കണത്. ശരിക്കും എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് ഇത് വിളിക്കണത്. അപ്പോൾ ഇത് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഇരുട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു മുമ്പ് വിളിച്ചിരുന്നത്. ഇപ്പോഴാണ് വൈദ്യുതിയൊക്കെ ആയത്. അപ്പോൾ ഇത് വിളിക്കണ സമയത്ത് നമുക്ക് ഈ ഇങ്ങനെ പ്രേതങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന പറഞ്ഞാൽ അവിടെ ആ ഭാഗത്തുണ്ടെങ്കിൽ, പിന്നെ പട്ടികളും അതിപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പട്ടികളെ കോളിട്ടിട്ട് പോകും. കാരണം ഇത് അത്രയും വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രാർത്ഥന. പോർച്ചുഗീസ് ഭാഷയിൽ അന്യം നിന്ന് പോകുമായിരുന്ന ദേവാസ്തവിളി ഇന്ന് ഉറപ്പിച്ചു നിൽക്കുന്നത് ഗോഡ്സൺ ഗ്ലാഡ്വിൻ എന്ന ഒറ്റ കണ്ണിയിലാണ്. ആക്ച്വലി എനിക്ക് ഭാഷ ഒന്നും അറിയില്ല. എനിക്ക് പ്രെയർ മാത്രമേ അറിയുള്ളൂ. പ്രെയർ പുള്ളി വിളിക്കുന്നത് കേട്ട് പഠിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടൊരു ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോർച്ചുഗീസ് ഭാഷയിൽ ദേവാസ്ത വിളിക്കാനുള്ള നിയോഗം ഗോഡ്സൺ എന്ന ചെറുപ്പക്കാരനിലേക്ക് ഒരു നിയോഗം പോലെ എത്തിച്ചേരുകയായിരുന്നു. പണ്ട് വർഷങ്ങളായി ദേവാസ്ത വിളിക്കാൻ നമ്മുടെ പൂർവികർ നടക്കുമായിരുന്നല്ലോ. അപ്പോൾ ഒരു ഹവേർഡ് ഹെൻഡ്രിക്സ് എന്ന് പറഞ്ഞ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു ഇവിടെ. അങ്കിളായിരുന്നു ഇവിടെ വിളിച്ചുകൊണ്ടിരുന്നത് പോർച്ചുഗീസിൽ ദേവാസ്ത വിളി. അപ്പോൾ പുള്ളി വിളിക്കുന്ന സമയത്ത് ഞാൻ വന്ന് അത് കാണുമായിരുന്നു. കണ്ട് കേട്ട് പഠിച്ചതാണത്. ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാത്രികാലങ്ങളിൽ വളരെ ഉയർന്ന സ്വരത്തിലാണ് ദേവാസ്ത വിളിക്കുന്നത്. അർദ്ധരാത്രിയിൽ മെഴുകുതിരിയും തോളിൽ കുരിശുമായി വരിവരിയായി നീങ്ങുന്ന സംഘം നിശ്ചയിച്ച സ്ഥലത്തെ മരക്കുരിശിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥനകൾക്ക് ശേഷം വിളി ആരംഭിക്കുന്നു. Los hermosos
anos de pecado em que dormimos. ആദ്യം പള്ളിയുടെ മുമ്പിൽ വിളിക്കും. അത് കഴിഞ്ഞ് വടക്കോട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് മെയിനായിട്ട് നമ്മൾ വിളിക്കുന്ന ആ സ്ഥലങ്ങളിൽ വിളിച്ചു പോകും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വിജനസ്ഥലങ്ങളിൽ ദേവാസ്ത വിളിക്കാൻ പോകുമ്പോഴോ വിളിച്ച് തിരികെ വരുമ്പോഴോ സംസാരിക്കുകയോ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ പൈശാചിക ശക്തികൾ ദേവാസ്ത വിളിയെ തടസ്സപ്പെടുത്തുകയോ വിളിക്കാരെ ഉപദ്രവിക്കുമെന്നോ കരുതിയിരുന്നു. വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരും പുറകോട്ട് നോക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അശുദ്ധാത്മാക്കളെ ഒഴിപ്പിക്കാനുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പുറകിലേക്ക് നോക്കുന്നത് നല്ലൊരു പ്രവണതയല്ല. എല്ലാവരും ഈ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് വാസ്തവം. പോർച്ചുഗീസുകാർ എത്തിച്ച ദേവാസ്ത വിളിക്കുള്ളിൽ ചില രഹസ്യങ്ങളുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറാണ് ഇതിന് തുടക്കമിട്ടതെന്ന് പറയുന്നു. പിന്നീട് ഇത് മലയാളത്തിലേക്കും തമിഴിലേക്കും മറ്റ് പല ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തി. തീരദേശത്തുള്ള എല്ലാ പള്ളികളിലും ഇത് വിളിക്കുമായിരുന്നു പല രീതിയിൽ. ചിലവർ ഒരു 4-5 പേര് കൂടി വിളിക്കും, ചിലവർ ഒറ്റയ്ക്ക് വിളിക്കും. അപ്പം നമ്മളുടെ ഇവിടുത്തെ ട്രഡീഷൻ അനുസരിച്ചിട്ട് ഒറ്റയ്ക്കാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചത് ഇങ്ങനെ നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു എഫക്റ്റാണ്. അപ്പോൾ എല്ലാവരും അടി കേൾക്കുമ്പോൾ തന്നെ വീട്ടിൽ ഇത് മുട്ടുകുത്തിയൊക്കെ പ്രാർത്ഥന ഇതിന് വേണ്ടി വന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ഇത് വിളിക്കുമ്പോഴത്തേക്കും നിശബ്ദമാവും, എല്ലാവരും വന്നത് കൂടും. അങ്ങനെ ഇത് വർഷങ്ങളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കണം. ഇടവിട്ട് കേൾക്കുന്ന മരമണി ശബ്ദങ്ങൾക്കിടയിലെ പ്രാർത്ഥന സന്മാർഗ ജീവിതത്തിന് പ്രേരിപ്പിക്കുന്നവയാണ്. ഇരുട്ടിൽ ഉയരുന്ന വിളികൾ പാപത്തെക്കുറിച്ചും ചാവുദോഷത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്ന വരികൾ. ചാവുദോഷത്തിലകപ്പെടാതെയും ദുർമരണത്തിൽ ഉൾപ്പെടാതെയും കാത്ത് കൊൽവിൻ നമ്മൾ. മനുഷ്യന്റെ കർമ്മഫലങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും ദേവസ്ഥ വിളിക്കുന്ന സ്ഥലത്തെ ആത്മാക്കളെ സഹായിക്കുന്നതിനുമുള്ള ദൈവീക രഹസ്യങ്ങൾ നിറഞ്ഞ പ്രാർത്ഥനകളാണ് ഈ വിളിയിലുള്ളത്. ചില സ്ഥലങ്ങളിൽ ഈ ബാധ കൂടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അന്നത്തെ കാലത്ത്. അപ്പോൾ അവിടെയൊക്കെ പോയി വിളിക്കുമ്പോഴത്തേക്ക് അത് ഒഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങളിങ്ങനെ നടന്ന് വിളിച്ച് രാത്രി 11:30-12 മണിയാകുമ്പോഴാണ് വീട്ടിൽ വന്ന് കയറണത്. അപ്പോൾ വളരെ എല്ലാവരും ഭക്തിപൂർവ്വം നിന്ന് ഇത് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാം സൈലൻ്റാണ്, മെയിനായിട്ട് സൈലൻ്റാണ്. അപ്പോൾ ഇത് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാം ഒരുങ്ങി അതിൻ്റെ അനുഗ്രഹങ്ങൾ ഒത്തിരി പേർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പണ്ട് രാത്രിയിൽ അങ്ങകലെ ദേവാസ്ത വിളി കേൾക്കുമ്പോൾ വീട്ടിൽ എല്ലാവരും എഴുന്നേൽക്കും, കെടാവിളക്ക് തെളിയിച്ച് പ്രാർത്ഥനയോടെ മുട്ടിന്മേൽ നിൽക്കും. ഇപ്പോൾ അത്തരം രീതികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. പ്രാർത്ഥനകളെ ആശ്രയിച്ചാണ് എല്ലാവരും അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നത്. ഇത് വിളിക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ അത് വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു ഇത് എന്നും ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ട് ഈ സംഭവം. അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാലഘട്ടങ്ങളിൽ നമ്മുടെ ചെയ്തു പോയ ആൾക്കാർ മരിച്ചു പോയതുകൊണ്ട് ഇത് കുറേ പേര് കുറഞ്ഞ് ഇന്ന് പുതിയ ജനറേഷൻ ഇത് ഏറ്റെടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അതിന് പെട്ടതാണ് ഇപ്പോൾ ഇവന് ഈ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയത്. മധ്യകേരളത്തിലെ തീരദേശ വിശ്വാസ സമൂഹങ്ങൾക്കിടയിൽ വലിയ നോമ്പിൻ്റെ ചൊവ്വ വെള്ളി രാത്രികളിൽ 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഈ വിളിയുടെ അലയൊലി ഇന്നും ബാക്കി നിൽക്കുന്നു. Misericordia, Señor de Dios, meos palameos de penitentias, penitentias. ആചാരങ്ങൾക്ക് പുതിയ കണ്ണികൾ ഉണ്ടാകുന്നു. Bendita y lavado sea. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതുമയുള്ള കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.